പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ 2-3 പേരെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് നടപടിയുടെ വീഡിയോ ചിത്രീകരിച്ചതാണ് പോലീസിന് പ്രകോപനമായത്. അപ്പോഴാണ് ഈ വീഡിയോ ചിത്രീകരിച്ച ബെഞ്ചോയെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയതും മർദ്ദിച്ചതും. ഇത് അന്വേഷിക്കാൻ ചെന്ന ഭാര്യയാണ് അതിഭീകരമായി ഗർഭിണിയാണ് ഈ മുഖത്തടിച്ച് മർദ്ദിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഷൈമോളും ബെഞ്ചോയും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. നമസ്കാരം. നിങ്ങൾ രണ്ടുപേരും വലിയൊരു നിയമ പോരാട്ടത്തിന് നടുവിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഷൈമോൾ, ആദ്യം താങ്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ ഈ വിവരം എപ്പോഴാണ് അറിഞ്ഞത്, ഭർത്താവിനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്? എൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് സാറേ. എൻ്റെ മുന്നിൽ തന്നെ വെച്ച് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, വേറെ ആരുമില്ല സാറേ, കൊണ്ടുപോകരുത്. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ചെക്കപ്പ് പറഞ്ഞ ഡേറ്റ് ആയിരുന്നു, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്, കൊണ്ടുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ സ്റ്റേഷനിൽ വന്നോളാന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, കൂടുതലെന്ന് പറഞ്ഞാൽ നിന്നെയും പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ പോലെ സംസാരിച്ചിട്ട് ഭർത്താവിനെ ഒരു വലിയ കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുക ചെയ്തത്. പിന്നാലെ ഞാൻ 2 കുഞ്ഞുങ്ങളെയും എളിയിൽ വെച്ച് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ എളിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു, ഉപദ്രവിക്കരുതേ, എനിക്കും മക്കൾക്കും വേറെ ആരുമില്ല, ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ നാടകം കളിക്കാതെടിന്നും പറഞ്ഞ് എൻ്റെ നെഞ്ചത്തേക്ക് ഒറ്റ പിടിച്ച് തള്ളിയിട്ട് അടുത്തേക്ക് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്നെ ക്രൂരമായിട്ട് എൻ്റെ മുഖത്ത് അടിക്കുകയാണ് ചെയ്തത്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും അവരത് ചെവി കൊണ്ടില്ല. ഈ പ്രതാപചന്ദ്രൻ സാർ അടിച്ചതിൻ്റെ പിന്നാലെ തന്നെ ഒരു വനിതാ പോലീസുകാരി എൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ട്, മുടിക്കുത്തിന് പിടിച്ച് വലിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാണ്ടാണ് ക്രൂരമായിട്ടാണ് ആ സ്റ്റേഷനിൽ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് ഉപദ്രവിച്ചത്. അതിനുശേഷം ഞാൻ വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് ഇവർ ഭയന്നിട്ടായിരിക്കണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കെതിരെ ഒരുപാട് കള്ളക്കേസുകൾ ഇട്ടു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും പിന്നെ ഞാൻ ആ CI സാറിനെ ക്രൂരമായിട്ട് മാന്തി പരിക്കേൽപ്പിച്ചെന്നും അവിടുത്തെ ഡോറുകൾ തല്ലി തകർത്തെന്നും അങ്ങനെ ഒരുപാട് കള്ളക്കേസുകൾ എനിക്കെതിരെ ഇട്ടു. ഒരു തെറ്റും ചെയ്യാണ്ട് എൻ്റെ ഹസ്ബൻഡിനെ 5-6 ദിവസം പിടിച്ച് ജയിലിലിട്ടു. ഒരുപാട് മാനസിക അവസ്ഥകളിലൂടെയാണ് ഞാൻ ആ സമയം എല്ലാം കടന്നുപോയത്. ഈ ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്ന് എന്നെ അടിക്കുകയും പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ ഒത്തിരി ഭയന്ന് അവർക്ക് പനിയൊക്കെ പിടിച്ചു. അങ്ങനെ ഒരുപാട് മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടായാലും ഇറങ്ങി തിരിച്ചത്. കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് തന്നെ പ്രഗ്നൻറ്റും കൂടിയാണ്. നിയമപരമായിട്ട് ഞാൻ ഒരുപാട് നോക്കി. ഇപ്പം ഇന്നാണ് എനിക്ക് അതിനുള്ള ഒരു ഇത്, ഞങ്ങൾ തെറ്റുകാരല്ല. അവിടെ ഞങ്ങൾക്ക് തെളിയിക്കാനായിട്ടുണ്ടായിരുന്ന ആകെ ഒരു CCTV ഫുട്ടേജാണ്. അത് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ തെറ്റുകാരല്ല എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.